പാടിയവർ നിങ്ങൾ, ആയിരം ആയിരം അൾത്താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ, ദേവസ്തുതി പാടിയവർ നിങ്ങൾ, ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ഏവർക്കും ദാവീദിന്റെ കിന്നരങ്ങൾ റിയൽ ലൈഫ് മ്യൂസിക് ഷോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നും പതിവ് പോലെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ നല്ല നല്ല പെർഫോമൻസസ് ആണ് നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നത്. ഇന്ന് ഉടനെ തന്നെ നമ്മൾ മത്സരങ്ങൾ ആരംഭിക്കുന്നതാണ്. പക്ഷേ അതിനൊക്കെ മുൻപായിട്ട് നമ്മുടെ ഈ മത്സരത്തിൽ നമുക്ക് ഏറ്റവും മികച്ച കൊയറിനെ കണ്ടുപിടിക്കാനായിട്ടും വളരെ പ്രഗത്ഭമായ ഒരു ജഡ്ജിംഗ് പാനലാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്. സോ നമുക്ക് ഇന്ന് ആദ്യമേ തന്നെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ചീഫ് ജഡ്ജ് ജെറി അമൽദേവ് സർ, the singing priest of India, Father Paul Puvatingal, ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്കായി സമ്മാനിച്ച ഗായിക KS മനീഷ, നമ്മുടെ ഈ കൊയറിനെല്ലാം ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ദ ഗുഡ്നെസ് ബാൻഡിനെയും ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെ ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ മത്സരങ്ങൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് പെർഫോമൻസിനായിട്ട് കോതമംഗലത്തെ ചേലാടുള്ള സെന്റ് സ്റ്റീഫൻസ് ബെസാനിയ ചർച്ചിലെ ഗായക സംഘത്തിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബാക്ക് to the second round of ദാവീദിന്റെ കിന്നരങ്ങൾ. Thank you. പേര് ബിജു അല്ലേ? സുഖമായിരിക്കുന്നോ എല്ലാവരും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഏത് റൗണ്ടിൽ പാടാനെത്തിയിരിക്കുന്നത്? ഏത് സെഗ്മെന്റ്? കുർബാന പ്രാരംഭ ഗാനത്തിൽ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പ്രവേശന ഗാനമാണ് അല്ലേ? ഏത് പാട്ടാണ്? ബലിയർപ്പിക്കാൻ വരുവിൻ എന്ന് തുടങ്ങുന്ന. ബലിയർപ്പിക്കാൻ വരുവിൻ. ഒത്തിരി പള്ളികളിൽ പാടി കേട്ടിട്ടുണ്ട്. ഞാനും പള്ളിയിൽ പാടുന്ന പാട്ട് തന്നെയാണ്. തുടക്കം ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ നിങ്ങളും പള്ളി പാടാറുള്ളതാണോ ഈ പാട്ട്? പാടാറുണ്ട് എല്ലാവരും. അപ്പൊ അത്യാവശ്യം പള്ളിയിൽ പാടി നല്ല പ്രാക്ടീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ദാവീദിന്റെ കിന്നരങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് പ്രാക്ടീസ് ചെയ്തല്ലേ? നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത പോലെയൊക്കെ തന്നെ ഇവിടെയും പാടാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് വിഷസ്. ദാവീദിന്റെ കിന്നരങ്ങൾ.
ചേർത്തിടാം ഈ പീലാസയിൽ. സ്നേഹം പങ്കിടാം ഇന്നീ ആസയിൽ. സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. പെസഹ നാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. ഒരുമയോടർപ്പിച്ചിടാം ഈ അൾത്താരയിൽ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുരവിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുൻപിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം. തിരുനാഥനായി പ്രിയജനമേ. ഹൃദയം നൽകിടാം ഈ ബലിവേദിയിൽ. മനവും ചേർത്തിടാം ഈ തിരുപൂജയിൽ. ഹൃദയം നൽകിടാം ഈ ബലിവേദിയിൽ. മനവും ചേർത്തിടാം ഈ തിരുപൂജയിൽ. ഗോൽഗോഥായിൽ ക്രൂശിതനാഥൻ മുറിയപ്പെട്ടതിനോർമ്മയിതാ. ഗോൽഗോഥായിൽ ക്രൂശിതനാഥൻ മുറിയപ്പെട്ടതിനോർമ്മയിതാ. ഒരുമയോടർപ്പിച്ചിടാം ഈ ബലിവേദിയിൽ. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുൻപിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുരവിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുരവിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബിജു ചേട്ടാ, പാട്ട് കോമ്പറ്റീഷൻ വൈസ് പാടിയത് എങ്ങനെയുണ്ടെന്ന് തോന്നുന്നു? കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു തോന്നി. കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു തോന്നി. ജഡ്ജസിന് അങ്ങനെ തോന്നിയോ എന്ന് നമുക്ക് ചോദിക്കാം. പോളച്ചാ, നല്ലൊരു ഗാനം നിങ്ങൾ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ഫാദർ. ഇത് കുറച്ചൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു ഒരു എൻട്രൻസ് സോങ് ആണ് അല്ലേ? അതെ. എല്ലാ പള്ളികളിലും പാടി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു നല്ല ഇമ്പ്രസീവ് മ്യൂസിക്കാണ് ഇതിൻ്റെ. ഇതിലെ ലിറിക്സിൽ എന്നെ ആകർഷിച്ചൊരു വരി ഈ പല്ലവിയിൽ ലാസ്റ്റ് ലൈനുണ്ടല്ലോ, അണയാം അനുദപിക്കാം അനുരഞ്ജിതരാകാം ബലിയേകാം. ഒരു 4 വെർബ് അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ വാചകങ്ങൾ പൊതുവെ കുറവായിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ. പക്ഷേ അതിന് ഭയങ്കര ഇഫക്റ്റാണ്. 4 പ്രധാനപ്പെട്ട, അതായത് ഈ പരിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ട 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് ശരിക്കും അത്. അങ്ങനെ അത് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞ എഴുതിയ ആളുടെ.
അത് പിന്നെ നിങ്ങൾ നന്നായി പാടി. പക്ഷെ എനിക്ക് ഫീമെയിൽ വോയിസ് ചില സമയത്ത് ഈ ഉച്ചാരണം ഉണ്ടല്ലോ, ഒരു വളരെ സോഫ്റ്റ് ആക്കണം എനിക്ക് പോലെ തോന്നി. മെയിൽ വോയിസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഉച്ചാരണം കൊടുക്കുന്നുണ്ട്. ഫീമെയിൽ വോയിസ് എന്താണ് ഗോൽഗോഥായിൽ ക്രൂശിതനാഥൻ വളരെ സോഫ്റ്റായിട്ട് പറയാൻ നോക്കണം. അത് കുറച്ചും കൂടിയൊക്കെ ഈ ഉച്ചാരണത്തിൽ നമുക്ക് അബ്സല്യൂട്ട്ലി നോ കോംപ്രമൈസ്. നമ്മൾ എങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നു അതുപോലെ പറയാൻ വേണം. അവിടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഒരുപക്ഷെ ഭാവം കൊടുക്കുകയാണെങ്കിൽ തന്നെയും അത് ഒരു കൊടുക്കേണ്ട അളവിൽ കൊടുത്തേ പറ്റൂ. നിങ്ങൾ നന്നായി പാടി. ഇനിയും ശക്തമായി പാടി മേലോട്ട് പോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. താങ്ക് യു പോളച്ച. ജെറി മാഷ്. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താര മുന്നിൽ പ്രിയജനമേ. This is a good song. You people have sung well. Pronunciation കാര്യങ്ങളും കൂടി ആധികാരികമായിട്ട് മലയാളം പണ്ഡിറ്റുകളോട് ചോദിക്കണം. ഇത് ബലിയാണോ ബലിയാണോ ബഹുമാനമാണോ ബഹുമാനമാണോ ഒന്നൊന്ന് ചോദിച്ചോളൂ. നിങ്ങളുടെ പള്ളി ടീച്ചർ ആരെങ്കിലും കാണുമല്ലോ. മലയാളം ടീച്ചർ ചോദിക്കാം. So otherwise you people have done a very good job. Congratulations. താങ്ക് യു സർ. താങ്ക് യു മാസ്റ്റർ. മനീഷ ചേച്ചി. നന്നായിട്ട് പാടി. പക്ഷേ ടോട്ടൽ ഒരു എനർജി കുറവ് ഫീൽ ചെയ്തു. പക്ഷെ നിങ്ങൾ പാടിയത് ആ ഫ്രെയിം പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊനൗൺസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, ബഹുമാനം, ഗോൽഗോഥ കൃത്യമാണ്. പക്ഷേ ഗോൽഗോഥ എന്ന് പറഞ്ഞിട്ട് പിന്നെ നാഥൻ വരുമ്പോൾ നാഥനായി പോകുന്നുണ്ട്. ഗോൽഗോഥയിൽ ക്രൂശിതനാഥൻ എന്നാണ് വരുന്നത്. അപ്പോൾ ക്രൂശിതനാഥൻ അങ്ങനെയൊക്കെ അത്തരം ചെറിയ ചെറിയ ചില മിസ്റ്റേക്കുകൾ മാത്രമേ എടുത്ത് പറയാനുള്ളൂ. ഇത് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നല്ലത് പറയണേക്കാൾ കൂടുതൽ നമുക്ക് എവിടെയാണ് റോങ് അത് തിരുത്തി തരിക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് പറഞ്ഞാണ്. എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് നിങ്ങളൊക്കെ പാടി. പക്ഷെ കുറച്ചും കൂടി എനർജി ആവാം കേട്ടോ, കുറച്ചും കൂടി എനർജി ആവാം. അത് ഫീമെയിൽ സെക്ഷൻ മസ്റ്റായിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ ഒരു പാട്ടിൽ നമുക്ക് എനർജി ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി എനർജി കിട്ടും, കുറച്ചും കൂടി പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത തവണ ഇനി അടുത്ത പാട്ട് കേൾക്കുമ്പോൾ കുറച്ചും കൂടി എനർജി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മനീഷ ചേച്ചി. താങ്ക് യു ജഡ്ജസ്. കമൻ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പെർഫോമൻസിന് ശരിക്കും നല്ല ശക്തിയോടെ പാടാനായിട്ട് ശ്രമിക്കണം. നമുക്കിപ്പോൾ മാർക്സ് ചോദിക്കാം അല്ലേ? ചോദിക്കാം. ജെറി മാസ്റ്റർ. നന്നായിട്ട് പാടി. നിങ്ങൾക്ക് 9 മാർക്ക്. 9 out of 10. മനീഷ ചേച്ചി. ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ഇപ്പം മനസ്സിലാക്കുക, തെറ്റ് തിരുത്തുന്നത് നിങ്ങളുടെ മാർക്ക് കുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന അടവല്ല. നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ട് പറയുന്ന ചെറിയ ടിപ്സുകളാണ്. ഓക്കെ, ഞാനും തരുന്നു 9 points. 9 out of 10. ആൻഡ് പോളച്ച. അവർ രണ്ടുപേരോടും ചേർന്നുകൊണ്ട് ഞാനും 9, 9, 9 and the total score is 27 out of 30. Team leader, hats off to you. നല്ല മാർക്സ് സ്കോർ ചെയ്തു. നല്ല സ്കോറാണ്. അപ്പോൾ ഇതുപോലെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത പെർഫോമൻസിനായിട്ട് തിരിച്ചു വരിക. ഞങ്ങൾ കാത്തിരിക്കും. ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദിസ് പെർഫോമൻസ്. താങ്ക് യു. ദാവീദിന്റെ കിന്നരങ്ങളിൽ ഇനി അടുത്ത പെർഫോമൻസിനായി ലെറ്റ് മീ വെൽക്കം ദ choir ഫ്രം സെന്റ് സെബാസ്റ്റ്യൻസ് ഫോറിൻ ചർച്ച് തൊടുപുഴ. വെൽക്കം ടു ദാവീദിന്റെ കിന്നരങ്ങൾ. റോമിസ് പീറ്റോ, കറക്റ്റ് അല്ലേ? അതെ അതെ. അപ്പോൾ ഇപ്രാവശ്യം ഏത് സെഗ്മെന്റിൽ പാടാൻ എത്തിയിരിക്കുന്നത്? ഇപ്രാവശ്യം ഓശാന പാട്ടാണ്. ഓശാന ഗീതം അല്ലേ? നിങ്ങൾ കാറ്റഗിസം സ്റ്റുഡൻസ് അല്ലേ എല്ലാവരും? അപ്പോൾ ആരാണ് ശരിക്കും നിങ്ങൾ ഗൈഡ് ചെയ്യുന്നത്? നിങ്ങളുടെ SHലെ സിസ്റ്ററാണ് ലിസ സിസ്റ്റർ വന്നിട്ടുണ്ട്. സിസ്റ്റർ വന്നിട്ടുണ്ട് അല്ലേ? വന്നിട്ടുണ്ട്. സിസ്റ്റർ നിങ്ങളുടെ കാറ്റഗിസത്തിന്റെ സ്റ്റാഫ് സെക്രട്ടറിയാണ്. സിസ്റ്റർ ഒന്ന് വിളിക്കാം അല്ലേ? നിങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾ നല്ല കുട്ടികളാണോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് സിസ്റ്ററിനെ വിളിക്കാമല്ലോ? വിളിക്കാം.
So please welcome Sister Lisa to the stage. Sister, welcome to ദാവീദിന്റെ കിന്നരങ്ങൾ. അപ്പോൾ ഈ കുട്ടികളെ സിസ്റ്റർ വിട്ടതിൽ ഒരുപാട് സന്തോഷം, നന്ദി. ഒരു നല്ല മിടുക്കന്മാരാണ്, മിടുക്കികളാണ്, നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സിസ്റ്ററിന് എന്താ പറയാനുള്ള അവരോട്? ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ ഇടവക ജനങ്ങളെ കുയിലുകളാന്ന് പറയാം. എല്ലാ സമയത്തും എല്ലാ സൺഡേയും രാവിലെ തന്നെ 9:15 തന്നെ ഇവരെത്തി വേണ്ടതായ ക്രമീകരണങ്ങൾ നടത്തി പാടുവാനും ഉറക്കെ ചൊല്ലുവാനും ഒക്കെ ഈ കുഞ്ഞുങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് ഇടവക ജനത്തിന്, ഞങ്ങൾക്കെല്ലാവർക്കും. ഇവരുടെ കൂടെ എപ്പോഴും ഇല്ലെങ്കിൽ തന്നെ, നമ്മളാരും ഇല്ലെങ്കിൽ തന്നെയും ഇവർ തന്നെ അതിന് നേതൃത്വം കൊടുത്ത് ഇവർ തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊള്ളു. 9:30 മാസ് കഴിഞ്ഞിട്ടാണോ കാറ്റഗിസം? അതെ അതെ അത് കഴിഞ്ഞിട്ട് അല്ലേ? അതെ. ചില സ്ഥലങ്ങളിലൊക്കെ കാറ്റഗിസം കഴിഞ്ഞിട്ട് മാസ് വരുന്നതും കാണാറുണ്ട്. അപ്പോൾ അത്രയും സമയം ഈ കുട്ടികൾ പള്ളിയിലുണ്ടാവും. അപ്പോൾ എല്ലാ വിധത്തിലും നല്ല ഉത്തരവാദിത്വമുള്ള നല്ല മിടുക്കന്മാരാണെന്ന് സിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിശ്വാസമായി. അപ്പോൾ ഇന്ന് ഇവർ നന്നായിട്ട് പാടാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ്. സിസ്റ്റർ ഒരു വിഷ് കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പാടും, അവരുറക്കെ തന്നെ പാടും, നല്ല വിജയം കരസ്ഥമാക്കും. എല്ലാവിധ ആശംസകളും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു. താങ്ക് യു സിസ്റ്റർ. സിസ്റ്റർ വളരെ കോൺഫിഡൻ്റ് ആട്ടോ. പിന്നെ നിങ്ങളാണ് നന്നായിട്ട് പാടി സിസ്റ്റർക്ക് നല്ലൊരു മാർക്സ് സമ്മാനമായിട്ട് കൊണ്ടു കൊടുക്കണം. റെഡിയല്ലേ? പഴയ എനർജി ഒന്നും ഇല്ലല്ലോ. യെസ്, റെഡിയാ അല്ലേ? അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇവരെ കാണാൻ. അതുപോലെ തന്നെ ഭംഗിയുള്ളതാകട്ടെ ഇവരുടെ ഇന്നത്തെ പെർഫോമൻസും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആസ്വദിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ, നിങ്ങൾ ദാവീദിന്റെ കിന്നരങ്ങൾ. ഒലിവിൻ ചില്ലകൾ കയ്യിൽ ഏന്തിടും ജനമേ പാടിടൂ നാഥനോശാന. ഒലിവിൻ ചില്ലകൾ കയ്യിൽ ഏന്തിടും ജനമേ പാടിടൂ നാഥനോശാന. ദൂതവൃന്ദങ്ങളെ ഭൂനിവാസികളെ ആർത്തു പാടിടുക നാഥനോശാന. ബലവാനും കർത്താവുമായവൻ, സൃഷ്ടാവും രാജാവുമായവൻ, മിശിഹാരാജൻ വഴിയിൽ ആഗതനാകുന്നു. ഓശാന 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 ഓശാന. ജെറുസലേമിൻ വഴിത്താരയിൽ പുൽക്കൊടികൾ പോലും നാഥനെ വാഴ്ത്തി പാടിയിടുന്നു ദൈവം പരിശുദ്ധൻ. വിനയാന്വിതനായി എഴുന്നള്ളിടും മിശിഹാ തൻ മുൻപിൽ മാനവരെല്ലാം പാടിയിടുന്നു ദൈവം പരിശുദ്ധൻ. ഭൂലോകത്തിൻ അധിപതിയാകും ദൈവമിതായിവിടെ ആഗതനായിടുമേ
ജനമേ പാടിടൂ നാഥനോശാന ദൂരവൃന്ദങ്ങളെ ഭൂനിവാസികളെ ആർക്കു പാടിടുക നാഥനോശാന ബലവാനും കർത്താവുമായവൻ സൃഷ്ടാവും രാജാവുമായവൻ വിശിഹാരാജനും നീ വഴിയിൽ ആഗതനാകുന്നു ഓശാന 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 ഓശാന. റോമിസ് നല്ല ഓശാന പാടിയല്ലേ? ഒത്തിരി ഓശാന പാടാൻ പറ്റി നമുക്ക് ഇനി സ്റ്റേജിൽ വെച്ച്. അതെ, അതെ. പള്ളിയിൽ ഇത്രയും പറ്റത്തില്ല അല്ലേ? പള്ളിയിൽ കുറച്ച് പാടി നിർത്തേണ്ടി വരും. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരുപാട് ഓശാന പാടി കർത്താവിനെ സ്തുതിച്ചു വരവേറ്റു. റോമിസ് ആസ് എ ടീം ലീഡർ എന്ത് ഫീൽ ചെയ്യുന്നു? എല്ലാവരും നന്നായിട്ട് പാടിയെന്ന് തോന്നുന്നേ. എല്ലാരും നന്നായിട്ട് പാടിയോ? ആ. ഇവിടെ വെച്ച് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ? തോന്നി. ഞാൻ പള്ളി വരുമ്പം റോമിസിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. റോമിസ് അവിടെ പാടുക മാത്രമല്ല ഓർഗനും കൂടെ വായിക്കാറുണ്ടല്ലോ. അത് പറഞ്ഞില്ല അല്ലേ? സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ കീബോർഡ് പ്ലെയറും കൂടിയാണ് അല്ലേ? വായിച്ചു പാടും. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ റോമിസിന്റെ ലീഡർഷിപ്പിലുള്ള ഈ ഒരു കൊയറിന്റെ ഇന്നത്തെ പെർഫോമൻസിന്റെ കമന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ജെറി മാസ്റ്റർ. ഇവർ നന്നായിട്ട് പാടി, ബട്ട് ദേ ക്യാൻ ഡു ഈവൻ ബെറ്റർ. എന്തിനാണെന്ന് വെച്ചാൽ പ്രൊനൗൺസിയേഷൻ. നിങ്ങൾക്ക് ഈ പാട്ട് ബൈ ഹാർട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ അല്ലേ? ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നതെന്ന് അത്ര വ്യക്തമല്ല. ഓശാന എന്നൊക്കെ നമ്മളിവിടെ പറഞ്ഞെങ്കിലും ഒലിവിൻ ചില്ലകൾ എന്നുള്ള തുടക്കം തന്നെ വ്യക്തമാകുന്നില്ല. നിങ്ങളുടെ കുറ്റമല്ല, ആരും പറഞ്ഞു തരാഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ ഒരു റെഗുലർ ഫാക്റ്റ് ഇതാണ്, നമ്മൾ സാധാരണ പാടുന്നതിലും കുറച്ചും കൂടി അതിശയോക്തി കലർന്ന വിധത്തിൽ എക്സാജറേറ്റ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യണം. ഇപ്പം നമ്മൾ വിചാരിക്കും ഒലിവിൻ ചില്ലകൾ കയ്യിലേന്തിടും, അതിൻ്റെ എന്താ ഉള്ളതല്ല, ഒലിവിൻ ചില്ലകൾ കയ്യിലേന്തിടും ഇങ്ങനെ പറയണം. കുറച്ച് തമാശ പോലെ തോന്നുന്നല്ലേ ഞാനിങ്ങനെ പറയുമ്പോൾ. ഐ റിമെമ്പർ ഈ പി സുശീല എന്ന് പറയുന്ന പ്ലേ ബാക്ക് സിംഗർ, അവർ ഒരു ആന്ധ്രാക്കാരിയാണ്, പക്ഷെ മലയാളം പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അവർ പാടുമ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുകയാണെങ്കിൽ ചിരി വരും. അതിങ്ങനെ പറയുന്നത്, ഒലിവിൻ ചില്ലകൾ കയ്യിലേന്തിടും ഇങ്ങനെ പറയുന്നത്. അതൊന്നും പാട്ടിൽ കേൾക്കില്ല, ഈ മുഖത്തിൻ്റെ പോക്കും വരവൊക്കെ. പക്ഷേ അതുകൊണ്ട് നമുക്ക് അവർ ആന്ധ്രാകാരിയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ നല്ല ഒന്നാം തരം മലയാളം, വളരെ ശ്രദ്ധിച്ചാണ് അവർ പാടുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളും പാടുമ്പോൾ സാധാരണ പാടുന്ന പോലെയോ സാധാരണ സംസാരിക്കുന്നത് പോലെയോ ആകാതെ ഈ ഞങ്ങളെല്ലാം മണ്ടന്മാരാണെന്ന് മനസ്സിൽ ധരിച്ചുകൊണ്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഒന്ന് പാടണം. ആ പല്ലവി അതുപോലെ ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്തിട്ടൊന്ന് പാടാമോ? ഒലിവിൻ ചില്ലകൾ കയ്യിലേന്തിടും ജനമേ പാടിടൂ നാഥനോശാന. That's all. അക്കമ്പനിമെൻറ്റോട് വരുമ്പോൾ ഇറ്റ് വിൽ ബി ഈവൻ ബെറ്റർ. ഇതൊരു ലെസണായിട്ടിരിക്കട്ടെ. നിങ്ങൾ ലീഡർ ആരാണ്? സോ യു ഹാവ് ടു ആദ്യം പാട്ട് പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവരെ കൊണ്ട് എല്ലാവരെ കൊണ്ട് ഇത് ശരിക്കും വായിപ്പിക്കണം താളത്തിൽ. ഒലിവിൻ ചില്ലകൾ കൈ എങ്ങനെ കയ്യിലേന്തിടും, എങ്ങനെയാണ്? കയ്യിൽ ഏന്തിടും ജനമേ പാടിടൂ നാഥനോശാന ഇങ്ങനെ വായിപ്പിക്കണം താളത്തിൽ. അപ്പോൾ സംശയങ്ങളൊക്കെ പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു വാക്ക് തെറ്റായിട്ടാണ് നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ബലവാനും കർത്താവുമായവൻ, അടുത്ത വാക്ക് എന്താണ്? സൃഷ്ടാവും. തെറ്റ്, സ്രഷ്ടാവാണ്. നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള തെറ്റുകൾ പള്ളിയിൽ സുഖമായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, മലയാളം അറിയാതെ. സൃഷ്ടി സ്രഷ്ടാവാണ്.
സ്രഷ്ടാവ്. ഒരിക്കൽ കൂടി അങ്ങനെ ഒന്ന് പാടിക്കേ. ബലവാനും വൺ ബലവാനും കർത്താവുമായവൻ സ്രഷ്ടാവും രാജാവുമായവൻ. സംതിങ് ഇഫ് യു ഹാപ്പൻ സംതിങ് ഗുഡ് ഹാസ് ഹാപ്പൻ. സ്രഷ്ടാവ് സ്രഷ്ടാവ്. ഓക്കെ, ഓർക്കുമോ? താങ്ക് യു. താങ്ക് യു ജെറിമാഷേ. പോളച്ചാ, നിങ്ങൾ നന്നായിട്ട് പാടി, അഭിനന്ദനങ്ങൾ. നല്ല എനർജി ഉണ്ടായിരുന്നു. ഈ പാട്ട് ആരെഴുതിയതാണ്? ആന്റണി ആലക്കൽ. ആലക്കൽ. മ്യൂസിക്കോ? മ്യൂസിക്കും ആന്റണി ആലക്കൽ സാർ. നിങ്ങൾ ആദ്യത്തെ ആ പല്ലവി പാടിയ സമയത്ത് മെയിൽ വോയിസ് ലീഡ് ചെയ്തിരുന്നു അല്ലേ? രണ്ടുപേരും കൂടി പാടി. അപ്പോൾ ആ ഹമ്മിങ്ങിൽ ഒരു മെയിൽ വോയിസ് കേട്ടല്ലോ, അതാരാ പാടുന്നത്? രണ്ടുപേരും പാടുന്നുണ്ട്. ആ ഹമ്മിങ്ങിൽ നിങ്ങൾ പാടുന്നുണ്ടോ? ആ 3 വോയിസ് ഒന്ന് പാടിയത്. ഒലിവിൻ ചില്ലകൾ കയ്യിൽ ഏന്തിടും ജനമേ പാടിടൂ നാഥനോശാന. ഒലിവിൻ ചില്ലകൾ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്യാൻ വേണം. മാഷ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചില്ലകൾ. അപ്പോൾ ആ നാവിൻ്റെ അറ്റം കൊണ്ട് അവിടെ കുറച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ നേരത്തെ സ്പോണ്ടേനിയസ് ആയിട്ട് വരും, ചെയ്യണ്ട. പക്ഷെ നേരത്തെ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും ആ ചില്ലക്ഷരം. എനിക്ക് തോന്നിയത് 2-3 അതുപോലെ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒരു എക്സസൈസ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന നിങ്ങളെ കൊണ്ട് ടങ് ഓസിലേഷൻ എന്ന് പറയും. അപ്പോൾ വായ തുറന്നിട്ട് നാവിനെ ഞാൻ കാണിക്കാം. നാവിൻ്റെ അറ്റം അടിയിലത്തെ പല്ലിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വളച്ചിട്ട് വായ തുറക്കുക. ടങ് ഓസിലേഷൻ നോക്കി, കാണാല്ലേ? ഭംഗിയാ. അടിയിലത്തെ പല്ലിൻ്റെ ഉൾവശം. ഉൾവശം അല്ലേ? അതെ, അടിയിലത്തെ പല്ലിൻ്റെ ഉൾവശം. ഇവിടെ ഒരു ശബ്ദം കേൾക്കണില്ലേ? ഇവിടെ ഒരു ചെറിയ ശബ്ദം വരും ഉള്ളിൽ, പുറത്തേക്കല്ല, ഉള്ളിൽ ഫീൽ ചെയ്യും. അടുത്തത് ടങ് ട്രിൽ. മൂക്കിക്കൂടെ ശ്വാസം എടുത്തിട്ട് ശ്വാസം വിടുമ്പോൾ അങ്ങനെയൊന്ന് പറഞ്ഞേ. അപ്പം ഈ ചില്ലകൾ അതൊക്കെ കറക്റ്റായിട്ട് വരും. മൂക്കിക്കൂടെ ശ്വാസം എടുത്തിട്ട് ശ്വാസം വിടുമ്പോൾ നോക്കൂ, ഉറക്കെ, മാക്സിമം ഉറക്കെ. എഗെയിൻ ഒരു പ്രാവശ്യം കൂടി. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉച്ചാരണ ശുദ്ധി, പ്രത്യേകിച്ച് എൻഡിങ് സിലബിൾസ്, ജെറിമാഷ അത് പ്രത്യേകം എടുത്ത് പറയായിരുന്നു. എത്രയോ കാലത്തെ എക്സ്പീരിയൻസിന് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ നല്ലൊരു കറക്ഷൻസ് നമുക്ക് കിട്ടുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മളെ സഹായിക്കുന്ന ചില ടെക്നിക്സാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്, മനസ്സിലായി? അതുപോലെ തന്നെ ഒരു ടെക്നിക്കും കൂടി ഉണ്ട്, ഒരുപക്ഷെ ഇപ്പോൾ അത് എല്ലാവർക്കും വേണ്ടി വരുന്നത്, യോണിങ്, കോട്ടുവായിട്. കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ ശരിക്കും കോട്ടുവായിടുന്നത് അതുപോലെ ചെയ്യൂ. ഒരു 4-5 പ്രാവശ്യം ചെയ്യാം ഈസി ആയിട്ട്. അപ്പം നമ്മുടെ ഈ വോക്കൽ കോഡ്സിൻ്റെ റീജിയനിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ് കറക്റ്റ് ആവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത് സയൻറ്റിഫിക്കായിട്ട് പറയുന്നത് വെൻ യു ഓപ്പൺ യുവർ മൗത്ത്, വെൻ യു ഡു ദ യോണിങ്, യു ആർ ഡിപ്രസിങ് ദ ലാറിങ്സ് എന്ന് പറഞ്ഞാൽ ലാറിങ്സ് അടിയിലേക്ക് താഴേക്ക് ഇറങ്ങുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അത് താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഇവിടെ ഈ കഴുത്തിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു ഭാഗമുണ്ട്, ഫാരിങ്സ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ഓപ്പൺ സ്പേസ്. ഓ ഒലിവിൻ ചില്ലകൾ, ഓ, അത് നന്നായി തുറന്ന് പിടിച്ചാൽ ഇവിടെ മുഴങ്ങുള്ള റെസണൻസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ ലാറിങ്സ് അടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഫാരിങ്സിൽ കൂടെ വായു ഇങ്ങനെ തള്ളി വരുമ്പോൾ നമ്മുടെ ശബ്ദത്തിലെ മുഴക്കം കൂടുതൽ വരും. ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം, ഏറ്റവും മനോഹരമായിട്ടുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുഴക്കമുള്ളതാണ്. ഇപ്പോൾ ഒരുപക്ഷെ മുഹമ്മദ് റാഫിയുടെ, ദാസേട്ടൻ്റെയൊക്കെ ശബ്ദം നമുക്ക് ഇഷ്ടം, നല്ല മുഴക്കമാണ്. എപ്പോഴും നല്ല മുഴക്കമുണ്ടാവുക, വളരെ കറക്റ്റായിട്ടുള്ള ഓപ്പണിങ്സാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് മസിൽസിൻ്റെ. നമുക്ക് അത്രയും കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും കുറവുകളുള്ളത്. അപ്പോൾ അത് വലിയൊരു ഗിഫ്റ്റ് കൂടിയാണ്. കുറേ ട്രെയിനിങ്ങിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാം, ആൻഡ് ഓൾസോ ഗിഫ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ യോണിങ് വളരെ നല്ലതാണ്. നമ്മളത് ചെയ്യുമ്പോൾ നമ്മളുടെ വോയിസിൽ റെസണൻസ് കൂടും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് നമ്മൾ ഇപ്പോൾ സിംഗേഴ്സിന് വേണ്ടി തന്നെ ചേതനയിൽ വോയിസ് വർക്ക്ഷോപ്പ് വയ്ക്കുന്നുണ്ട്, ഓൺലി ഫോർ സിംഗേഴ്സ്.
ഞാൻ വെറുതെ പറയുകയാണ്. ഇതിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾ വളരുന്ന കുട്ടികളായതുകൊണ്ട് ഞാൻ അത്രയും പറയാൻ കാരണം, മനസ്സിലായോ? നിങ്ങൾക്ക് യു ഹാവ് പ്ലെൻറ്റി ഓഫ് ടൈം അഹെഡ്. നിങ്ങൾ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കേട്ടൻ്റെ വിളിച്ചതിൽ ഒന്നും കൂടി ഒന്ന് പാടി നോക്കിയാലോ നമുക്ക്? ഒലിവിൻ ചില്ലകൾ കയ്യിൽ ഏന്തിടും ജനമേ പാടിടൂ നാഥനോശാന. ഒലിവിൻ ചില്ലകൾ കയ്യിൽ ഏന്തിടും ജനമേ പാടിടൂ നാഥനോശാന. ഭയങ്കര ഡിഫറൻസ് ആണ്. നിങ്ങളൊരു ചിൽഡ്രൻസ് കോയർ എന്നുള്ള രീതിയിൽ എക്സലൻ്റ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ സ്നേഹം കൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരികയാണ്, മനസ്സിലായോ? അപ്പം നിങ്ങൾ സന്തോഷിക്കുക, ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പോളച്ച. മനീഷ ചേച്ചി, ഞാനിനി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ഇവിടെ ഒരു ലോങ് സെഷൻ മ്യൂസിക്കിനെ കുറിച്ചുള്ള, നിങ്ങളുടെ വേ ഓഫ് സിംഗിങ്ങിനെ കുറിച്ചുള്ള എക്സസൈസുകളും തിരുത്തലുകളും ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സാറും അച്ഛനും. എനിക്കൊരു സജഷൻ പറയാനുള്ളത്, മക്കളെ പിച്ചിങ് ക്ലിയർ ആക്കുക. എൻഡിങ് നോട്ട്സൊക്കെ ഇങ്ങനെ ഫീബിളായി വരുന്നുണ്ട്. അത് പുഷ് ചെയ്യുന്നത്, വോയിസ് പുഷ് ചെയ്യുന്നത് കുറയ്ക്കുന്നത് കൊണ്ടാണ്. അത് സസ്റ്റെയിൻ ചെയ്ത് നിർത്തണം. ഇത് നിങ്ങൾ പാടുമ്പോൾ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ചേഞ്ച് ആവുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ അത് സസ്റ്റെയിൻ ചെയ്ത് നിർത്താൻ, ആ പിച്ചിൽ തന്നെ നിലനിർത്താനുള്ള ഒരു ശ്രമം കൂടി നിങ്ങൾ നടത്തണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എല്ലാ തവണയും അത് പാടുമ്പോൾ ഓരോ വരികളുടെ അവസാനമൊക്കെ നിങ്ങൾ ഇങ്ങനെ ഫ്ലാറ്റായി പോകുന്നുണ്ട് പാടുമ്പോൾ. അതൊന്ന് ശ്രദ്ധിക്കണം. അതൊരു നമ്മൾ ആദ്യം തുടങ്ങുമ്പോഴുള്ള എനർജി ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് വായു കിട്ടാതെ വരുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് വേണം, കൺസ്ട്രക്ഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് എവിടെ ശ്വാസം വലിക്കുക എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യണം. അതൊരു എന്താ പറയുക, കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളാണ്, നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് ഇനിയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ അത് നല്ലപോലെ ട്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഈ പാട്ടിൽ തബലയും കൂടി വന്നപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു അല്ലേ? തബല ഒരു പ്രത്യേക ഒരു സുഖമാണ്. ആ താളത്തിന് തബലയും കൂടെ ഇടയ്ക്ക് കയറി ഇങ്ങനെ വരുമ്പോൾ അതൊരു നല്ല രസമുണ്ട്. എന്തായാലും വളരെ സന്തോഷം കേട്ടോ മക്കളെ. ഇനിയും നല്ല നല്ല പെർഫോമൻസുമായിട്ട് ഇവിടെ ഒത്തുചേരാൻ കഴിയട്ടെ, നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മനീഷ ചേച്ചി. റോമിസ്, എന്തോ നല്ല കമൻസ് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് മാർക്സ് കൂടെ ചോദിക്കണം അല്ലേ? അപ്പോൾ നിങ്ങളുടെ സിംഗിങ് എല്ലാ ജഡ്ജസും നല്ല കമൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിന് എത്ര മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഒരു ഒപ്പീനിയനും കൂടി ഉണ്ടായിരുന്നു. സോ നമുക്ക് മാർക്സ് അത് റിഫ്ലക്റ്റ് ചെയ്യുമോ എന്ന് നോക്കാം. ജെറി മാസ്റ്റർ, ഔട്ട് ഓഫ് 10? I give them 8.5. 8.5 out of 10. Because they have yet to go much higher. Yes. പോളച്ച 8.5 out of 10. മനീഷ ചേച്ചി, ഇനിയും ഒരുപാട് പഠിക്കേണ്ടതുണ്ട്, പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം 8 പോയിന്റ് തരും. 8 points and the total score is 25 out of 30. ഇതൊരു നല്ല സ്കോർ തന്നെയാണ് തീർച്ചയായിട്ടും. സോ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ ദാവീദിന്റെ ദാവീദിന്റെ കിന്നരങ്ങളിൽ ഇനി അടുത്തതായി പാടാൻ എത്തുന്നു സിസ്റ്റേഴ്സ് ഫ്രം SH ജ്യോതി പ്രൊവിൻസ് കോതമംഗലം. ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഏത് സെഗ്മെന്റിൽ പാടാനാണ് വന്നിരിക്കുന്നത്? കുർബാന സ്വീകരണത്തിന്റെ പാട്ടാണ് പാടുന്നത്. കുർബാന സ്വീകരണത്തിന്റെ പാട്ടാണ്. സിസ്റ്ററിന്റെ പേര് ചോദിച്ചില്ല. പേര് സിസ്റ്റർ ടിസ. സിസ്റ്റർ ടിസ. സിസ്റ്റർ, എങ്ങനെയായിരുന്നു ഇപ്രാവശ്യത്തെ പ്രാക്ടീസും എല്ലാ പ്രിപ്പറേഷനൊക്കെ? ഞങ്ങൾ കുറച്ചുകൂടി നന്നാക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് അല്ലേ? കറക്ഷൻസ് കിട്ടിയതൊക്കെ ഓർത്തായിരുന്നോ പ്രാക്ടീസ് ചെയ്തപ്പോൾ? ഓർത്തു. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? നിത്യജീവനേകാൻ അപ്പമായി ഭൂവിൽ. അപ്പോൾ നന്നായിട്ട് പാടുക കമ്മ്യൂണിയൻ സോങ്.
എല്ലാവരും പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ പാടാൻ സാധിക്കട്ടെ. പ്രാർത്ഥനകൾ. ഓൾ ദി ബെസ്റ്റ്. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ ദാവീദിന്റെ കിന്നരം.
ചേർന്നും വസിച്ചിടാൻ സ്നേഹത്തിൻ്റെ കൂദാശയായി നീ കരുണാമയനെ പരിപൂജിതനെ നിന്നെ ആരാധിച്ചിടുന്നു ഞാൻ കരുണാമയനെ പരിപൂജിതനെ നിന്നെ ആരാധിച്ചിടുന്നു ഞാൻ നിത്യജീവനേകാൻ അപ്പമായി ഭൂവിൽ എത്തിയിടും ദിവ്യസ്നേഹമേ അത്യുന്നതനാകും നിന്നാഗമനം പ്രത്യാശയോടെ കാത്തിരിപ്പൂ വാവാ യേശുവേ എൻ്റെ ഹൃദയത്തിൻ രാജാവേ എഴുന്നള്ളി വരണേ ദൈവപുത്ര നിന്നിൽ അലിഞ്ഞാലും ഒന്നാകുവാൻ സിസ്റ്റർ ടിസ, ഇപ്പോൾ സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇപ്രാവശ്യം ഗ്രൂപ്പ് എല്ലാവരും പെർഫോം ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? ഒരുവിധം നന്നായിട്ട് പാടാൻ സാധിച്ചു. ഒരുവിധം നന്നായിട്ട് പാടാൻ സാധിച്ചു എന്നാണ് തോന്നുന്നത് അല്ലേ? ജഡ്ജസിന് എങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണ്ടേ? പോളച്ചാ, സിസ്റ്റേഴ്സ് നന്നായിട്ട് പാടി, അഭിനന്ദനങ്ങൾ. നല്ല ഒരു കൂൾ ഡൗണിങ് സോങ് ആയിരുന്നു. വളരെ ശാന്തത നിറഞ്ഞു നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സൗഖ്യദായകം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണല്ലോ അങ്ങനെയുള്ള സ്ലോ മെലഡിയുടെ ഒരു പ്രത്യേകത. സാധാരണ മ്യൂസിക് തെറാപ്പിയിലൊക്കെ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ നല്ല ശബ്ദം ആദ്യം നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്കാണ് കയറി വരുന്നത്, ബ്രെയിനിൽ, മസ്തിഷ്കത്തിൽ. അത് അവിടെ നിന്ന് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് പോയി അവിടെ നിന്ന് നമ്മുടെ ഓട്ടോണമസ് ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ANSC, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഞരമ്പുകളിലേക്കും ആ പോസിറ്റീവ് എനർജി ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ഈ ഞരമ്പുകളുടെ പിരിമുറുക്കം കുറയണമല്ലോ സൗഖ്യം എന്ന് പറയുന്നത്. അതിന് ഇങ്ങനെയുള്ള സംഗീതം വളരെയധികം സഹായിക്കുന്നതിനെ കുറിച്ച് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പാട്ട് നല്ല ഇഫക്റ്റീവായിരുന്നു. പ്രത്യേകിച്ച് ആ കോറസിൻ്റെ അവിടെ അത് കഴിഞ്ഞപ്പോൾ കുറേയും കൂടി എനിക്കത് ഫീൽ ചെയ്തു. കോറസാണ് അതിലത്തെ ഒരു ലൈഫ്. വാവ യേശുവേ എൻ്റെ ഹൃദയത്തിൻ രാജാവേ എന്നുള്ളത് വളരെ അതിൽ കൗണ്ടർ മെലഡിയൊക്കെ പാടി നല്ല പക്ഷെ അതിൽ ലാസ്റ്റ് ലൈൻ നിന്നിൽ അലിഞ്ഞ് ഒന്നാകുവാൻ അവിടെ എന്തോ ചെറിയ ഒരു സംശയം ഉണ്ടായിരുന്ന പോലെ എനിക്കും തോന്നി. കട്ട് ചെയ്തിട്ടാ പാടുക. അതൊന്ന് പാടി നോക്കാൻ പറ്റും. കട്ട് ചെയ്യാണ്ട് പാടിയായിരിക്കും കുറച്ചുകൂടി നന്നാവാന്ന് തോന്നും. ഫാർ ഫാർ ബെറ്റർ. ഇതായിരിക്കും നല്ലത്, മുറിക്കണേലും ഭേദേ. നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? പിന്നെ ഇതിലെനിക്ക് തോന്നുന്നത് 3 സ്റ്റാൻസ് വരുന്നുണ്ട് അല്ലേ? അത് CD-യിൽ അങ്ങനെയുണ്ടോ? കാസറ്റ് CD എന്താണ് അല്ല അങ്ങനെയാണ്. പക്ഷെ നമുക്കിവിടെ പാടുമ്പോൾ പറഞ്ഞാൽ കട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം സെയിം ട്യൂണാണല്ലോ. അപ്പോൾ ഒരു 2 സ്റ്റാൻസ് ഉണ്ടെങ്കിൽ ധാരാളമായി. അത് നിങ്ങൾക്ക് കുറച്ച് അവിടെ പറഞ്ഞ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ഫ്രീഡം ചെയ്യാവുന്നതാണ്. ഓക്കെ, വെൽ ഡൺ, നന്നായി പാടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. ചെറി മാസ്റ്റർ, സിസ്റ്റേഴ്സ് നന്നായിട്ട് പാടി. അച്ഛൻ പറഞ്ഞ പോലെ ഒരു സാന്ത്വനം ഞങ്ങൾ ഫീൽ ചെയ്തു, സമാധാനം, നല്ലൊരു ഫീലിംഗ്. മ്യൂസിക്കും ലിറിക്സും വളരെ നന്നായിരിക്കുന്നു. അപൂർവം ചില ഗാനങ്ങൾ ഞങ്ങളിവിടെ കേട്ടതിൽ ഒരു അപൂർവം ഒരു ഗാനമാണത്. തെറ്റുകളൊന്നുമില്ലാതെ, ആശയ ദാരിദ്ര്യമില്ലാതെ,
മെലഡി ഹൈലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ. എക്സലൻറ്റ് ചോയ്സ്. സിസ്റ്റേഴ്സിന് ഞാൻ നമുക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കണം അച്ചോ. റൈറ്റ് മൂഡും. പിന്നെ നിങ്ങൾക്കുള്ള ഏക പ്രശ്നം ഞാൻ കാണുന്നത് എൻഡിങ്സ് വ്യക്തമാകുന്നില്ല. ഞാൻ പാട്ട് കഴിഞ്ഞപ്പോൾ ഒന്നാകുവാ എന്നേ കേട്ടുള്ളൂ. ഒന്നാകുവാൻ കേൾക്കുന്നില്ല. അത് ശ്രദ്ധിക്കണം. പാട്ടിൻ്റെ അവസാനം മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും ഈ ആൻ ഭൂവിൽ അത് കുഴപ്പമില്ല. സ്നേഹിക്കുവാൻ വസിച്ചിടാൻ അങ്ങനെയുള്ള എൻഡിങ്സ് ഒക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. ദാറ്റ്സ് ഓൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജെറി മാഷേ. മനീഷ ചേച്ചി. എനിക്ക് 2 സജഷനാണ് മെയിനായിട്ട് പറയാനുള്ളത്. ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ വാവ യേശുവേ എന്നുള്ളത് വാവ എന്ന് പറഞ്ഞ വേർഡ് ക്ലിയർ അല്ല. എന്നാ കേൾക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ എന്തോ ഒരു ഹമ്മിങ് വന്നിട്ട് പിന്നെ യേശുവേന്ന് ഇങ്ങനെ. യേശുവേ എന്ന് പറഞ്ഞു വന്നല്ലേ വാവാന്ന് വാ എന്നുള്ള വാക്ക് കേട്ടില്ല. അതുപോലെ ഈ നിന്നിൽ അലിഞ്ഞലിഞ്ഞൊന്നാകുവാൻ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ നിങ്ങൾ നിന്നിൽ അലിഞ്ഞലിഞ്ഞൊന്നാകുവാൻ എന്നാക്കിക്കോളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ പാടാൻ പറ്റില്ലെങ്കിൽ. ഇതെന്താണെന്നറിയോ? നിന്നിലലിഞ്ഞലിഞ്ഞ് ഒന്ന്. അതെന്ത് വാക്കാ? ഒന്നുകിൽ അലിഞ്ഞലിഞ്ഞ് ഒന്നാകുവാൻ എന്ന് പറയണം. അവിടെ അങ്ങനെ പാടാനുള്ള സ്പേസ് ഇല്ല നമുക്ക്. നിന്നിലലിഞ്ഞലിഞ്ഞ് പ്ലസ് ഒന്നാകുവാൻ, അല്ലെങ്കിൽ എന്താ നിന്നിൽ പ്ലസ് അലിഞ്ഞലിഞ്ഞൊന്നാകുവാൻ. അപ്പോൾ ഈസി നമുക്ക് നിന്നിൽ കട്ട് ചെയ്തിട്ട് അലിഞ്ഞലിഞ്ഞൊന്നാകുവാൻ എന്നായിരിക്കും. എന്തായാലും അസലായിട്ട് പാടി കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഇവിടുന്ന് 3ാമത്തെ സിസ്റ്റർ നല്ല ഇൻവോൾവ് ചെയ്താണ് പാട്ട് പാടിയത്. അത് കഴിഞ്ഞ തവണ പാടുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കര ആസ്വദിച്ച്, അത് കാണാനൊരു രസമുണ്ട്. അപ്പോൾ അടുത്ത തവണ ഇതുപോലെ തന്നെ ഈ ഒരു ഊർജം ചോർന്നു പോവാതെ വളരെ കരുത്തോടു കൂടി തന്നെ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സിസ്റ്റേഴ്സ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മനീഷ ചേച്ചി. സിസ്റ്റർ സന്തോഷമായില്ലേ? സന്തോഷമായി. ഇനി സന്തോഷം കുറച്ചും കൂടി പൂർണ്ണമാവണമെങ്കിൽ മാർക്സും വേണം. ജെറി മാസ്റ്റർ, ഔട്ട് ഓഫ് 10. Sisters selected a wonderful song, apt song. For the ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഏറ്റവും പറ്റിയ ഒരു പാട്ടാണ്. നന്നായിട്ട് പാടി സിസ്റ്റേഴ്സ്. So you get 9 out of 10. താങ്ക് യു മാഷേ. 9 out of 10. പോളച്ച 9 again out of 10. താങ്ക് യു ഫാദർ. മനീഷ ചേച്ചി. ഞാൻ എന്തായാലും ഈ ഞങ്ങളിവിടെ പറഞ്ഞ സജഷൻസ് ഒക്കെ മനസ്സിലാക്കി തിരുത്തി കൂടുതൽ ബെറ്ററായിട്ട് തിരിച്ചു വരാൻ വേണ്ടി ഞാനൊരു 0.5 മാർക്ക് കുറച്ചിട്ടുണ്ട്. 8.5. 8.5 out of 10 and the total score is 26.5 out of 30. Sisters, congratulations. And ഇനി തിരിച്ചു വരിക, ഞങ്ങൾ കാത്തിരിക്കും. Thank you. അങ്ങനെ 3 പെർഫോമൻസസും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസസ് ആയിരുന്നു. ഒരുപാട് നല്ല ഇൻഫർമേഷൻ കിട്ടി, നിർദ്ദേശങ്ങൾ കിട്ടി. ഒരു കൊയർ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റി. അതുമാത്രമല്ല, സെക്കൻഡ് റൗണ്ടിൻ്റെ ആ ഒരു മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ എല്ലാ കൊയറും പെർഫോം ചെയ്തത്. അതിലേറെ സന്തോഷമുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡ് തീരാൻ സമയമായിരിക്കുകയാണ്. വിഷമിക്കേണ്ട, അടുത്ത എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും കാത്തിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. മണിവഞ്ഞവളേ കന്യാമറിയമേ നിന്റെ സ്നേഹത്തിൽ. ലിസണിങ് ടു എൻ എക്സിസ്റ്റിംഗ് സോങ് എന്നിട്ട് എഴുതിയെടുത്ത് അങ്ങ് പാടുന്നത് ശരിയല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. ബിക്കോസ് ഗ്രൂപ്പിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പ്രാക്ടീസൊക്കെ നടക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചാലാണ് അത് മാറുള്ളൂ.
നന്നായിട്ട് പാടി. എനിക്കറിയാം നല്ല സിംഗേഴ്സ് ആണെന്ന്, പക്ഷേ കുറച്ചും കൂടി നന്നായിട്ട് പാടാമായിരുന്നു എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി.